അമൽ, ഇന്ന് രാവിലെ ഒരു തൊഴിലാളി, നമുക്കറിയാം ഏറ്റവും അടിസ്ഥാന ജീവിത സാഹചര്യങ്ങളുള്ള ഒരു മനുഷ്യൻ രക്ഷിക്കാൻ കഴിയാത്ത മറ്റുള്ളവരുടെ ശ്രമങ്ങൾക്ക് ഫലം കാണാതെ ഒടുക്കിൽപ്പെട്ടു പോകുന്നു എന്ന വാർത്തയാണ് നമ്മുടെ ഈ ന്യൂസ് മുറിയിലേക്ക് ആദ്യം വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ നടന്ന രക്ഷാപ്രവർത്തനം, അവിടെ ആ ജീവൻ വീണ്ടെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുക എന്താണ് അമൽ? മധു, രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം രാവിലെ വീണുപോയി എന്ന വാർത്ത വന്നതിന് ശേഷം ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും കോർപ്പറേഷൻ്റെ അധികൃതരാണെങ്കിലും മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരും കളക്ടർ അടക്കമുള്ളവരും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം അവിടെ ഏകോപിപ്പിക്കുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം എന്ത് എന്ന് ചോദിച്ചാൽ നിലവിൽ നിരാശയാണ് എന്ന് പറയേണ്ടി വരും. എന്തെങ്കിലും തരത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന തരത്തിൽ അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നിലവിലവിടെ നടന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ മാലിന്യം നീക്കം ചെയ്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമായാണ് പുരോഗമിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. കാരണം സാധാരണ നിലയിൽ വെള്ളത്തിൽ വീണുപോയ ഒരാളെ രക്ഷിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നമ്മൾ നേരത്തെ ഈ പറയുന്ന വീണ സ്ഥലത്ത് നിന്ന് ആളെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം അവിടെ നിന്നും നമുക്ക് കരയിലേക്ക് മാലിന്യം കോരി മാറ്റി അവിടെ നിന്നും ആളെ എടുത്തുകൊണ്ട് വരാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല മധു. ഒരു ടണലാണ്. ആ ടണൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ JCBക്ക് കടന്നു പോകാൻ കഴിയുന്ന അത്ര വലിപ്പമുള്ള ഒരു ടണലാണ്. ആ ടണലിൻ്റെ അകത്ത് നിറയെ മാലിന്യമുണ്ട്. ആ മാലിന്യം മാറ്റിയ ശേഷം മാത്രം അതിനുള്ളിലേക്ക് കടന്നു പോയെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ ആ ടണലിനുള്ളിലേക്ക് ഈ പറയുന്ന ജോയി കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇനി രക്ഷാപ്രവർത്തനം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതിൽ കാര്യമുണ്ടോ? ഒരു ജീവനാണ്, പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്, വലിയ തോതിൽ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് തിരികെ വരട്ടെ എന്ന്. പക്ഷേ ആ ടണലിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തെ തിരച്ചിൽ എന്ന് വിശേഷിപ്പിക്കുന്നതാവും കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. ഇപ്പോൾ വൈകുന്നേരവും ഈ ഇരുട്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീം അറിയിച്ചിരുന്നു. കാരണം അവർ പരിശീലനം നേടിയവരാണെങ്കിൽ കൂടി ഇത്തരം ഒരു സാഹചര്യത്തെ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഒരു ടണലാണ്, ടണലിൻ്റെ അകത്ത് നിറയെ മാലിന്യമാണ്. ആ വെള്ളത്തിൻ്റെ നിറമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, കറുത്ത് ടാറ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അവിടെ ഇറങ്ങി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അവരുടെ രക്ഷാപ്രവർത്തനം അവർ വൈകുന്നേരം വരെ തുടർന്നിരുന്നു. ഇനിയിപ്പോൾ രാത്രി മാലിന്യം മാറ്റിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം പ്രതീക്ഷ നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് മധു. അമലി, ആദ്യ ഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ് അവിടെ ഇറങ്ങി തപ്പാൻ കഴിയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് നിരന്തരം നഗരസഭ ആവശ്യപ്പെട്ടതിൻ്റെ രേഖകളടക്കം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കഠിനമായ ഒരു പ്രവൃത്തിയായി ഈ ആദ്യ സമയത്ത് രക്ഷാപ്രവർത്തനം മാറിയത്? ഇതിന് മുൻപ് ഈ ടണലിൻ്റെ ആകം വൃത്തിയാക്കി പോയ സമയം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആനന്ദ നടന്നപ്പോഴാണ്. അത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് വലിയ പരിഹാരമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ആ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇത് കൃത്യമായി ക്ലീൻ ചെയ്തു പോയിരുന്നു. മാത്രമല്ല നമ്മളോടുന്ന് പഴയ മേയർ, നിലവിലെ MLA ആയിട്ടുള്ള വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള VK പ്രശാന്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അന്ന് ഇത് കൃത്യമായി ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴതുണ്ടായില്ല. അതിനാലാണ് രക്ഷാപ്രവർത്തനം ഇത്രയും വൈകുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകുന്ന ഒരു വലിയ ടണലാണെങ്കിൽ അതിനുള്ളിലൂടെ ഈ സ്കൂബ ഡൈവിംഗ് ടീമിന് കൃത്യമായി അകത്തേക്ക് എത്തി നിമിഷ നേരം കൊണ്ട് അവർക്ക് പരിശീലനമൊക്കെ ലഭിച്ചവരാണ്, വേഗത്തിൽ എടുത്തുകൊണ്ട് പോരാൻ കഴിയും. പക്ഷേ ഇതങ്ങനെയല്ല. വലിയ മാലിന്യ കൂമ്പാരത്തിനിടയിൽ, അതും വെള്ളക്കെട്ടിനിടയിലുള്ള മാലിന്യത്തിന് ഇടയിലൂടെ കടന്നു വേണം അവർക്ക് മുന്നോട്ട് പോകാൻ. അതുവരെ പ്രയാസമാണെന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അവിടെ വെള്ളം കൂടി ഒഴുകിയെത്തുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട്, ഒരു ടണലിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴത്തെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പോയി എടുത്തുകൊണ്ട് വരേണ്ട ഒരു പ്രതിസന്ധിയുണ്ട്. രാവിലെ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന സ്ഥലത്തെ മാലിന്യം പൂർണ്ണമായും തന്നെ നീക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ ഇപ്പോഴും മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. അതായത് ഒരു വെള്ളം ഒഴുകി പോകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഊറി വരുന്ന വെള്ളം എന്ന് പറയാം. നിറയെ മാലിന്യമാണ്, അതിനിടയിലൂടെയൊക്കെ കുറച്ച് വെള്ളം ഒഴുകി പോകുന്നു എന്നതാണ് നിലവിലെ സ്ഥിതി എന്നുള്ളതാണ് അതിൻ്റെ അകത്തിറങ്ങിയ ഏറ്റവും അനുഭവസ്ഥരായ ഉദ്യോഗസ്ഥർ, നേരിട്ട് കണ്ടവരാണ് അവർ, ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇനിയിപ്പോൾ രാത്രിയിൽ എന്തായാലും ഈ അകത്ത് സ്കൂബ ഡൈവിങ്ങിൻ്റെ രക്ഷാപ്രവർത്തനം ഉണ്ടാകില്ല. പക്ഷേ മാലിന്യം പുറത്തു നിന്നും നീക്കിയുള്ള രക്ഷാപ്രവർത്തനം തുടരും. പക്ഷേ അതൊക്കെ എത്രത്തോളം ഫലവത്താണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. നാളെ രാവിലെ സ്കൂബ ഡൈവിംഗ് ടീം വീണ്ടും ഇറങ്ങുമ്പോൾ ഒരു പ്രതീക്ഷ എന്നുള്ളതാണ് എനിക്കത് അവിടെ നിന്ന് കണ്ടപ്പോൾ തോന്നിയത്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരി അമൽ.